സകല പ്രതിഷേധക്കാരുടെയും വിഹാരകേന്ദ്രമാണ് സെക്രട്ടേറിയറ്റിന് മുൻവശം. ഓരോ ദിവസവും അരങ്ങേറുന്നത് ഒന്നിലേറെ സമരങ്ങളാണ്. പെൻഷനു വേണ്ടി വയോധികർ നടത്തുന്ന സമരം മുതൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ യുവജന സംഘടനകൾ നടത്തുന്ന സമരം വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറാറുണ്ട്. പ്രഖ്യാപിച്ച സമയത്ത് സമരം നടക്കാതെ സമരക്കാരെയും കാത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അക്ഷമരായി നിൽക്കുന്നവരിൽ പോലീസുകാരുമുണ്ട്, മാധ്യമപ്രവർത്തകരുമുണ്ട്. നവകേരള സദസ്സിനിടയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് ഇക്കഴിഞ്ഞ ബുധനാഴ്ച യൂത്ത് കോൺഗ്രസുകാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ മുൻകൂട്ടി അറിയിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 2 മണിക്കൂറിലധികം വൈകിയാണ് സമരക്കാർ എത്തിയത്. സമരം അക്രമാസക്തമാകുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ടുതന്നെ സമരക്കാരെ പ്രതിരോധിക്കാനെത്തിയ പോലീസുകാർ സമ്മർദ്ദത്തിലായിരുന്നു. അവരുടെ മുഖത്തുനിന്ന് അത് വായിച്ചെടുക്കാമായിരുന്നു. മാധ്യമപ്രവർത്തകരാകട്ടെ നല്ലൊരു കോള് ഒത്തുവരുന്നതിൻ്റെ സന്തോഷത്തിലും. ചിലർ കൂട്ടം കൂടി നിന്ന് തമാശകൾ പറയുന്നു, ചിലർ മൊബൈലുമായി സംവദിക്കുന്നു, മറ്റു ചിലരാകട്ടെ ഗൗരവമായ മറ്റെന്തോ ചർച്ചയിലാണ്. ഇനി വേറെ ചിലർ സ്വന്തം ക്യാമറ പരിശോധിക്കുകയും മറ്റു കാഴ്ചകളിലേക്ക് മുഴുകുകയും ചെയ്യുന്നു. എപ്പോൾ പണി തുടങ്ങണം എന്ന് അക്ഷമനായി പോലീസിൻ്റെ ജലപീരങ്കിയായ വരുണും രംഗത്തുണ്ട്. ഞങ്ങളുടെ ക്യാമറാമാൻ ജെയിൻ ശിവൻസ് പകർത്തിയ ആ കൗതുകകരമായ ദൃശ്യങ്ങളിലേക്ക്.